ഇത്ര വലിയ പിച്ചിക്കായോ? വലിയതാണ്. ഈ പീച്ചിക്ക ദേഹം തേക്കാൻ ഉപയോഗിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ? ഇത് മൂത്ത് പോയ ദേഹം തേക്കാനേ ഉള്ളൂ. അങ്ങനെയല്ല, നല്ലതാണോ ദേഹം തേക്കുന്നത്? നമ്മൾ മറ്റേ ബ്രഷൊക്കെ തേക്കുന്നില്ല. അപ്പം ഇത് ഈ തൊലിയാണോ തേക്കുന്നത്? ഞങ്ങൾ തേച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഈ സാധനം ഇഷ്ടംപോലെ കൃഷി ഉണ്ടായിരുന്നു. അമ്പാളകരപ്പായിരുന്നപ്പോൾ ഉമ്പടി ഉണ്ടാവും. ഉമ്പടി അന്നേരം ഇത് പോകുമ്പോൾ പിന്നെ അതെടുത്ത് ചകിരി പോലെ മേത്ത് കുളിക്കും. അപ്പം ഈ വെള്ള സാധനമൊക്കെ വരുമോ? അത് ഉണങ്ങിപ്പോകുന്നേ. ഭയങ്കരമായിട്ട് ഉണങ്ങി ഇതെല്ലാം മെറൂൺ കളറിലാവും. അതാണ് തേക്കുന്നത്. ഇത് മുഴുവനെ തേക്കുന്നേ. ഇത് മുഴുവനെ തേക്കും. അതൊക്കെ മുഴുവനെ പഞ്ഞു പോലെ ഇരുന്നോളൂ. ചകിരി പോലെ ആയിരിക്കും അത് ഉണങ്ങി കഴിയുമ്പോൾ. ഇത് ഉപ്പിട്ട് കഴുകാൻ പോണം. ഇതാണെന്ന് പോലും അറിയത്തില്ല. ഇത് നമ്മൾ ഉണങ്ങിയ ചെടിയെ നിൽക്കുന്ന കാണുമ്പോൾ പടവ. ഇത് ഈ മുള്ളു പോലെ ഒഴിക്കുന്ന മാത്രം ഇതാണ്ടിരിക്കും ചെത്തിയത്. മുള്ളു പോലെ ഒഴിക്കുന്ന മാത്രം ചെത്തി കളഞ്ഞാൽ മതി. ഇത്രയും ചെത്തിയാൽ മതിയോ? അതിന് അങ്ങനെ ബാറ്റയൊക്കെ മൊത്തത്തിലുള്ള പച്ച കളർ. അത് സോഫ്റ്റ് അല്ലേ? എന്തിനാ കളയുന്നു? എന്നാൽ പിന്നെ മുകളിലിരിക്കുന്ന പച്ച. മുകളിലിരിക്കുമ്പോൾ എല്ലായിടത്തും ഇടിക്കുകയോ എന്നാന്ന് ഓർത്തോണ്ടായിരിക്കും. മുകളിൽ അതിന് ഹാർഡാന്ന് ഓർത്താണോ എങ്ങനെയും. മുകളത്തെ കളയുന്ന എന്നോട് അവർ പറഞ്ഞു, പച്ചക്കറിക്കാർ. ഞാൻ കറി വെക്കുന്നൊക്കെ ഞാൻ മറന്നുപോയി. നേരത്തെ കുഞ്ഞുനാളല്ലേ കറി വെച്ചിട്ട്. ഇത് പിന്നെ ഒട്ടും മൂത്ത് പോയില്ല, കറക്റ്റായി. ഇത് കണ്ടോ വീമ്പ് കറിയോ? അല്ല ചിലതാണെങ്കിൽ ഭയങ്കരമായിട്ട് മൂത്ത് പോകും. ഇങ്ങനെയാണോ അരിയുണ്ട്? എനിക്കിത് തേങ്ങ പിന്നെ ഇടാതെ മെഴുക്കുവരട്ടി വെച്ചാലും എനിക്കിഷ്ടമാണ്. നിനക്ക് മെഴുക്കുവരട്ടിക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തേങ്ങാട്ട് പറഞ്ഞു. ഇന്നാൾ നീ പറഞ്ഞു എനിക്ക് മെഴുക്കുവരട്ടി ഇഷ്ടമല്ലെന്ന്. ഇത് ഉള്ളി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ശകലം മഞ്ഞൾ പൊടിയും ഒരു ശകലം ചുവന്ന മുളക് പൊടി എണ്ണയ്ക്കകത്തിട്ട് ഇട്ട് ഇതങ്ങോട്ട് കമത്തിയിട്ട് ആവി കയറുമ്പോൾ ഇതാക്കിയാൽ മതി. അതെനിക്കിഷ്ടമാകും. അതിൻ്റെ ടേസ്റ്റ്. അന്നേരം നിനക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതങ്ങനെ ആക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം കൂട്ടാൻ തന്നു, നീ അത് കൂട്ടിയില്ല. ഞാനത് മുഴുവൻ കൂട്ടി തന്നു. എന്നിട്ട് ഓരം വെച്ചപ്പോഴാണ് നീ കൂട്ടിയത്. പിന്നെ ഇത് വറുത്തരച്ച് കറി വെക്കാൻ കൊള്ളാം. പക്ഷെ വറുത്തരച്ച് കറി ഭയങ്കര പാടാണ്. കിടന്നുകൊണ്ട് തേങ്ങ വറുത്ത് മിക്സിയിലിട്ട് അരച്ച്. പഴയ കാലത്ത് ഇവർ തേങ്ങ വറുത്തരച്ച് ഇത് കറി വെക്കും. ഞാൻ കൂട്ടിട്ടുണ്ടോ? അന്നേരം ഉണ്ടല്ലോ തേങ്ങ വറുത്ത അരയ്ക്കാൻ ഭയങ്കര പാടാണ്. അരകല്ലേ വെച്ചാൽ അവർ അരയ്ക്കുന്നത്. വെള്ളം ഒഴിക്കാതെ തേങ്ങ വറുത്ത് അരയ്ക്കുന്നത്, വെള്ളം ചേർക്കാതെ. പക്ഷെ തേങ്ങ കൊത്തി കൊത്തി ഇട്ടിട്ട് അരയ്ക്കും. അല്ല, ചിരണ്ടി വെച്ച് വറുത്ത ചിരണ്ടി വെച്ച് അടുപ്പ വെച്ച് വറുത്ത കറുത്ത ഇരുണ്ട നിറവാകും. മെറൂൺ നിറവാകുമ്പം എടുത്തുകൊണ്ട് പോയി അരകല്ല വെച്ച് അരയ്ക്കും. എന്നിട്ടത് വറുത്തരച്ച് കറിയായിട്ട് ഇത് വെക്കും. പാവയ്ക്കൊക്കെ വറുത്തരച്ച് തീയൽ വെക്കുന്നല്ലോ ഈ സാധനം വെക്കും. അരകല്ല അരച്ചാലേ നന്നാവുള്ളൂ. അരകല്ല പഴയകാലത്തെ കാരണമൊക്കെ അങ്ങനെയല്ലേ, അരകല്ലയിൽ അരയ്ക്കണമെന്നൊക്കെ അല്ലേ. അപ്പം അരയ്ക്കാൻ പാടും. അയ്യോ എനിക്ക് ഭയങ്കര പാടാ, നീങ്ങുമല്ലോ അരകല്ല്. നമ്മൾ മിക്സിയിലാണ് അരയ്ക്കുന്നത്. നമ്മൾ മിക്സിയിൽ അരയ്ക്കാം. തേങ്ങ അരയ്ക്കാൻ പോലും ഭയങ്കര പാടാണ്. അന്നേരം പിന്നെ ഇത് കൂട്ട് അരയ്ക്കുന്നു. എന്നാ വറുത്ത തേങ്ങ ഒറ്റ അരയ്ക്കാൻ പറ്റിയ. ഏകദേശം എത്ര മുളകൊന്നും വേണ്ട. ഏകദേശം നമുക്കേ ഇന്ന് കറി എരിവ് കൂടാൻ മാത്രം എത്ര മുളക് വേണമെന്ന് ഓർത്തിട്ട് അങ്ങ് ഇട്ടാൽ മതി. എനിക്കിപ്പം എത്രയെന്നൊന്നും പറഞ്ഞ് ഒരിക്കലും അറിയത്തില്ല. ഞാൻ ഏകദേശം ഒരു 5-6 മുളക് എടുക്കും. 5-6 മുളക് ഒരു പീച്ചിക്കായി വലിയ നീണ്ട പീച്ചിക്ക. പിന്നെ ഉള്ളിയും കരിയാപ്പലയും. ഇതൊന്നും ഇളക്കി തേങ്ങ ഇടണം. ഉപ്പെന്തോരമാണോ നോക്കട്ടെ. എന്നിട്ടോ
ഉപ്പിട്ട് കഴിഞ്ഞാൽ മൂടി വയ്ക്കുക. ഉപ്പിട്ട് ഞാൻ തേങ്ങയും കൂടെ ഇട്ടേക്കാം. ചൊറിയണമെങ്കിൽ തേങ്ങ ഒരു തേങ്ങയാണോ? ഒരു തേങ്ങ ഒന്നും വേണ്ട, ഏകദേശം ഒരു 1/4 തേങ്ങ, 1/4 ഭാഗം, അരമുറി വേണ്ട. നമ്മൾ തുള്ളി വെള്ളം പോലെ ഒഴിച്ചതല്ല, തിളച്ച് കഴിയുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. ഈ സാധനം മുഴുവൻ വെള്ളമാണ്. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ വെള്ളം വരും, അല്ലാതെ ഇതിനൊട്ടും വെള്ളം ഒഴിക്കണ്ട.